എല്ലാവർക്കും മാത്സ് ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ +2 മാത്തമാറ്റിക്സിലെ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ 4 റിസൾട്ടും അതുമായി ബന്ധപ്പെട്ട ഒരു 10 ക്വസ്റ്റ്യനുമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് റിസൾട്ട്, ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, ഫസ്റ്റ് ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഇവിടെ നമുക്കൊരു ഫംഗ്ഷൻ വരും, അതിൻ്റെ ഡെറിവേറ്റീവ് അടുത്തതായിട്ട് വരും. അങ്ങനെ വന്നാൽ അതിൻ്റെ ആൻസർ വരുന്നത് എഫ് ഓഫ് എക്സ് ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് സി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റിസൾട്ട് കേട്ടോ. ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഓൾ സ്ക്വയർ ബൈ 2 പ്ലസ് സി. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലങ്ങൾ ചെയ്യാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇൻ്റഗ്രൽ സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ഡി എക്സ്. ഓക്കെ, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് കോസ് എക്സ്. സൈൻ എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ കോസ് എക്സ് എന്നുള്ളത് എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇതിന് ആൻസർ എന്താ വരിക? എഫ് ഓഫ് എക്സ് ഓൾ സ്ക്വയർ ബൈ 2. ആൻസർ എന്താ വരും കുട്ടികളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് ഓൾ സ്ക്വയർ ബൈ 2 പ്ലസ് സി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? സോ ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഈ ഒരു പ്രോബ്ലം നമുക്ക് വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇതിനൊന്ന് മാറ്റി എഴുതാം. ഇൻ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് എഴുതാം. ഓക്കെ, നമുക്ക് ഈ റിസൾട്ടിൻ്റെ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്. ടാൻ ഇൻവേഴ്സ് എക്സ് എഫ് ഓഫ് എക്സ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരും കുട്ടികളെ? എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് സി. ഓക്കെ, ദെൻ നമുക്ക് ഇനി തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. തേർഡ് ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ log x by x dx. log x by x. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ log x ഇൻറ്റു 1 ബൈ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഇത് എഫ് ഓഫ് എക്സ് ആണ്, log x അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ആര്? 1 ബൈ എക്സ്. അപ്പോൾ ആൻസർ എന്താ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ബൈ 2. അപ്പോൾ ആൻസർ എന്ത് വരും കുട്ടികളെ? log x ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് സി. ഓക്കെ, അപ്പോൾ ഒരു റിസൾട്ട് പഠിച്ചു, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ 3 പ്രോബ്ലങ്ങൾ ചെയ്തു അല്ലേ? ഇനി നമുക്ക് സെക്കൻഡ് റിസൾട്ടിലേക്ക് പോവാം. നമ്മുടെ സെക്കൻഡ് റിസൾട്ട് ആണ് ഇൻ്റഗ്രൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇൻ്റഗ്രൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ന്യൂമറേറ്ററിൽ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് വരും, ഡിനോമിനേറ്ററിൽ ഫംഗ്ഷൻ വരും. അങ്ങനെ വന്നാൽ ആൻസർ വരിക ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് ആണ്. ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി. ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി. വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ആണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഓക്കെ, ഈ ഒരു പ്രോബ്ലം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവിടെ 1 പ്ലസ് എക്സ് സ്ക്വയർ വന്നിട്ടുണ്ട്, അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് 2x. ഓക്കെ, 1 പ്ലസ് എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് ആണ് 2x വരുന്നത്. അപ്പോൾ ആൻസർ എന്താ വരിക? ലോഗ് മോഡ് എഫ് ഓഫ് എക്സ്. ഇതിന് ആൻസർ എന്താ വരിക കുട്ടികളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് മോഡ്. ഇവിടെ എഫ് ഓഫ് എക്സിന്റെ പകരം ഇവിടെ 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ലോഗ് മോഡ് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡി എക്സ്. ഓക്കെ, കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. നോക്ക് നിങ്ങൾ, ഇതിൽ ഈ ഡിനോമിനേറ്ററിൽ വന്ന ഫംഗ്ഷൻ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിൽ. അപ്പോൾ ഇത് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഇത് എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്. കാരണം എന്താ? കോസ് എക്സ് ഡെറിവേറ്റീവ് ആണ് മൈനസ് സൈൻ എക്സ്, സൈൻ എക്സ് ഡെറിവേറ്റീവ് ആണ് കോസ് എക്സ്. അപ്പോൾ ഈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡെറിവേറ്റീവ് ആണ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. അപ്പോൾ ആൻസർ എന്താ വരും കുട്ടികളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് മോഡ് എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് ലോഗ് മോഡ് വാട്ട് ഈസ് എഫ് ഓഫ് എക്സ് ഹിയർ? cos x plus sin x. cos x plus sin x plus c. Okay, then നമ്മുടെ സിക്സ്ത് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഇൻ്റഗ്രൽ കോട്ട് എക്സ് ഡി എക്സ്. ഇൻ്റഗ്രൽ കോട്ട് എക്സ് ഡി എക്സ്. ഇൻ്റഗ്രൽ കോട്ട് എക്സ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കോട്ട് എക്സിന് നമ്മൾ ഒന്ന് മാറ്റി എഴുതണം. കോട്ട് എക്സിന് എങ്ങനെ എഴുതാം?
കോസ് എക്സ് ബൈ സൈൻ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഓക്കെ, കോട്ട് എക്സ് ഈക്വൽ ടു കോസ് എക്സ് ബൈ സൈൻ എക്സ്. ഇനി നോക്ക് നിങ്ങൾ, ഈ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് കോസ് എക്സ്. അപ്പൊ താഴെ വന്ന ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ്, അതിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിൽ എഫ് ഡാഷ് ഓഫ് എക്സ്. ആൻസർ എന്താ വരിക? ലോഗ് മോഡ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ലോഗ് മോഡ് സൈൻ എക്സ്, ലോഗ് മോഡ് സൈൻ എക്സ് പ്ലസ് സി. അപ്പൊ നമ്മൾ എത്ര ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്? 2 ഇക്വേഷൻ പഠിച്ചു അല്ലേ? ഇനി നമുക്ക് 2 ഇക്വേഷൻ കൂടി ബാക്കിയുണ്ട്. നെക്സ്റ്റ്, ഇന്റഗ്രൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതിന് ആൻസർ വരിക 2 റൂട്ട് എഫ് ഓഫ് എക്സ് ആണ്. 2 റൂട്ട് എഫ് ഓഫ് എക്സ് പ്ലസ് സി. 2 റൂട്ട് എഫ് ഓഫ് എക്സ് പ്ലസ് സി. ഇന്റഗ്രൽ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ റൂട്ട് എഫ് ഓഫ് എക്സ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 റൂട്ട് എഫ് ഓഫ് എക്സ് വരും. അതിന്റെ ക്വസ്റ്റ്യൻ നോക്ക് നിങ്ങൾ, നമ്മുടെ 7th ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ കോസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് സൈൻ എക്സ്. കോസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് സൈൻ എക്സ്. ഇവിടെ ഈ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് കോസ് എക്സ് അല്ലേ? അപ്പൊ ഈ റൂട്ടിന്റെ ഉള്ളിൽ വന്ന എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് മുകളിൽ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ആൻസർ എന്താ? 2 റൂട്ട് എഫ് ഓഫ് എക്സ്. അപ്പൊ ഇതിന് ആൻസർ എന്താ വരും കുട്ടികളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 റൂട്ട് സൈൻ എക്സ്. 2 റൂട്ട് സൈൻ എക്സ് പ്ലസ് സി. ഓക്കെ, ദെൻ നമ്മുടെ 8ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ടാൻ എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ടാൻ എക്സ് ഡി എക്സ്. ഇവിടെയും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് സീക്ക് സ്ക്വയർ എക്സ് അല്ലേ കുട്ടികളെ? അപ്പൊ ആൻസർ എന്താ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 റൂട്ട് ടാൻ എക്സ് പ്ലസ് സി. 2 റൂട്ട് ടാൻ എക്സ് പ്ലസ് സി. നമ്മുടെ 4ാമത്തെ റിസൾട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. 4ാമത്തെ റിസൾട്ട് ആണ് ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ്. ഈ ഫോമിൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ, അതായത് ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു, ഇവിടെ ഒരു ഫംഗ്ഷൻ വരും, അതിന്റെ ഡെറിവേറ്റീവ് അപ്പുറത്ത് വരും, ഇവിടെ ഒരു പ്ലസ് ഉണ്ടാവും, എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ്. അങ്ങനെ വന്നാൽ അതിന് ആൻസർ ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് എഫ് ഓഫ് എക്സ് പ്ലസ് സി. സിമ്പിൾ ആണ്. ഇ റൈസ് ടു എക്സിന്റെ എഫ് ഓഫ് എക്സ് ആണ് ആൻസർ വരിക. ഓക്കെ, സോ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് 9th ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡി എക്സ്. ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും, ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വന്ന സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്, ഇത് എഫ് ഓഫ് എക്സ് ആണ്, അതിന്റെ ഡെറിവേറ്റീവ് ആണ് കോസ് എക്സ്, എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്. അപ്പൊ ആൻസർ എന്താ വരും കുട്ടികളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് എഫ് ഓഫ് എക്സ്. ഇ റൈസ് ടു എക്സ് എഫ് ഓഫ് എക്സ് ഇവിടെ ആരാ? സൈൻ എക്സ്. അപ്പൊ ഇ റൈസ് ടു എക്സ് സൈൻ എക്സ് പ്ലസ് സി. നമ്മുടെ 10ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 10th ക്വസ്റ്റ്യൻ നോക്ക് നിങ്ങൾ, ഇന്റഗ്രൽ എക്സ് ഇ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. 1 പ്ലസ് എക്സ് സ്ക്വയർ, എക്സ് ഓൾ സ്ക്വയർ ഡി എക്സ് ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇതിന് നമുക്ക് ആദ്യം ഈ ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെയ്യണം, ശ്രദ്ധിച്ച എല്ലാവരും, ഇവിടെ എക്സ് ഇ റൈസ് ടു എക്സിനെ ഞാൻ ഇങ്ങനെ മാറ്റാൻ പോവുകയാണ്. ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സിന് ആദ്യം എഴുതി കേട്ടോ. ഇവിടെ എക്സ് ഉണ്ടല്ലോ, എക്സിന് ഞാൻ എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇതാ ഞാൻ ആദ്യം ഒന്ന് ഓർഡറിലൊന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്. ഇ റൈസ് ടു എക്സ്, then ആ ഫംഗ്ഷന് മാറ്റി എഴുതിയിട്ടുണ്ട്. ഇനി ഡിനോമിനേറ്ററിൽ 1 പ്ലസ് എക്സിന്റെ സ്ക്വയർ ആണ്. അപ്പോൾ 1 പ്ലസ് എക്സ് മുകളിൽ ന്യൂമറേറ്ററിൽ കൊണ്ടുവരണം. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എക്സിൻ്റെ അവിടെ ഞാൻ ഇങ്ങനെ 1 ആഡ് ചെയ്യാണ്. ഇവിടെ 1 ആഡ് ചെയ്തു, 1 പ്ലസ് എക്സ്, ഇവിടെ 1 ആഡ് ചെയ്തു, ആ 1 അവിടെ തന്നെ സബ്ട്രാക്ട് ചെയ്യുക. സോ -1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ്. ഓക്കെ, ഞാൻ ന്യൂമറേറ്ററിൽ ഈ എക്സിൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്തു, അത് 1 അവിടെ തന്നെ എന്ത് ചെയ്തു, നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇനി നോക്കൂ കുട്ടികളെ, ഇതിൽ നമുക്ക് ഈ 1 പ്ലസ് എക്സും ഇവിടുത്തെ ഈ 1 പ്ലസ് എക്സും ഇവിടെ ഒരു 1 പ്ലസ് എക്സ് കട്ടാവും. ബാക്കി എന്താ ഉള്ളത്? ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇവിടെ ഞാൻ ആരുണ്ടാവും, ഇവിടെ 1 ബൈ 1 പ്ലസ് എക്സ് ഉണ്ട് അല്ലേ, ഇവിടെ മൈനസ് ഉണ്ട്, ഈ മൈനസിന് ഇവിടെ കൊടുക്കുകയാണ്, ബാക്കി ഇവിടെ പ്ലസ് കൊടുത്തു കേട്ടോ, പ്ലസ് ഈ മൈനസ് ഇവിടെ കൊടുത്തു, -1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇത് നമ്മളെ റിസൾട്ട് ഫോമിലായിട്ടുണ്ട്. ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ദിസ് ഈസ് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ്. 1 ബൈ എക്സ് ഡെറിവേറ്റീവ് എന്താ? -1 ബൈ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ 1 ബൈ 1 പ്ലസ് എക്സ് ഡെറിവേറ്റീവ് എന്താ? -1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, സോ ദിസ് ഈസ് എഫ് ഓഫ് എക്സ് ആൻഡ് ദിസ് ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ്.
അപ്പോൾ അതിന് ആൻസർ എന്താ വരിക? ദാറ്റ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. ആൻസർ എന്ത് വരും? ഇ റേസ് ടു എക്സ് ഇൻറ്റു 1/1 പ്ലസ് എക്സ് പ്ലസ് സി. ദിസ് ഈസ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മൾ 4 റിസൾട്ട് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് 10 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ.